കേരളത്തിൽ അടിസ്ഥാന സൌകര്യ വികസനത്തിന് 3 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ഇതിൽ റോഡ് വികസനത്തിനായി 50,000 കോടി രൂപയുടെ 31 പദ്ധതികൾ ഉടൻ നടപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ അറിയിച്ചു. കേരളത്തിന്റെ എല്ലാ വികസന ശ്രമങ്ങളിലും പൂർണ്ണമായ പിന്തുണ നൽകി ഒപ്പം നിൽക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് നിതിൻ ഗഡ്കരി പറഞ്ഞു. രാജ്യാന്തര നിലവാരത്തിലുള്ള അടിസ്ഥാന സൌകര്യം കേരളത്തിലൊരുക്കാൻ കേന്ദ്ര സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. will support all type of development of Kerala, and as far as my responsibility to my ministry, I am assuring you that we will develop the good infrastructure of international standard in Kerala. We will connect from Kanyakumari to Mumbai road, which is the most important heartline for the Kerala. റോഡ് അടിസ്ഥാന സൌകര്യ വികസനത്തിനായി 896 കിലോമീറ്റർ ദൈർഘ്യമുള്ള 31 പുതിയ പദ്ധതികളാണ് ഉള്ളത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാത 966 4 വരി പാതയാക്കും. കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജില്ലകളിലൂടെ കടന്നുപോകുന്ന പാതയ്ക്ക് 120 കിലോമീറ്ററാണ് ദൂരം. പാലക്കാട് കാസർഗോഡ് പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 3 മാസത്തിനുള്ളിൽ ആരംഭിക്കും. 10,000 കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവ്. NH 544ലെ അങ്കമാലി മുതൽ കുണ്ടന്നൂർ വരെയുള്ള എറണാകുളം ബൈപ്പാസ് 6 വരിയാക്കും. 45 കിലോമീറ്റർ ദൂരത്തിൽ അങ്കമാലി ബൈപ്പാസിനായി 6,000 കോടിയും അനുവദിച്ചു. 6 മാസത്തിനുള്ളിൽ നിർമ്മാണം ആരംഭിക്കുന്ന ഈ പദ്ധതി വരുന്നതോടെ 20 മിനിറ്റിനുള്ളിൽ യാത്രക്കാർക്ക് സ്ഥലത്തെത്താം. 62.7 കിലോമീറ്റർ ദൈർഘ്യത്തിൽ തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 5,000 കോടി അനുവദിക്കും. I am very happy to announce some new project for Kerala by taking the chance of this conference. The most important thing, the Kerala infrastructure, the road infrastructure is very important. We have 31 upcoming projects of length 896 kilometers, costing 50,000 crore. 4 മാസത്തിനുള്ളിൽ പദ്ധതി പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഇടമൺ കൊല്ലം മധുരൈ പാതകളുടെ വികസനത്തിലൂടെ തിരുനെൽവേലി തെങ്കാശി എന്നിവിടങ്ങളിലേക്കുള്ള യാത്രാസമയം കുറയ്ക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. റബ്ബർ അധിഷ്ഠിതമായ റോഡ് നിർമ്മാണം കേരളത്തിലെ റബ്ബർ മേഖലയ്ക്കും ഗുണകരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ 20,000 കോടിയിലധികം രൂപയുടെ പദ്ധതികൾ ഇതിനകം പൂർത്തീകരിച്ചിട്ടുണ്ട്. 60,000 കോടി രൂപയുടെ പദ്ധതികൾ പുരോഗതിയിലാണ്. അതേസമയം ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി രാജ്യത്തിന്റെ വ്യവസായ മേഖലയിൽ വികസന ചരിത്രത്തിന്റെ ഭാഗമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. വിനോദസഞ്ചാര രംഗമാണ് കേരളത്തിന്റെ ആകർഷണങ്ങളിൽ ഏറ്റവും പ്രാധാന്യമേറിയത്. ആയുർവേദവും യോഗയും സാംസ്കാരിക കലകളും ഈ ആകർഷണങ്ങളുടെ ഭാഗമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ സാധ്യതകളെ വിപുലീകരിക്കാൻ റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്നും നിതിൻ ഗഡ്കരി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.